നമസ്തേ. സജ്ജനങ്ങൾക്ക് നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായം പദയേ നമഃ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. ആരണ്യകാണ്ഡത്തിലെ ലക്ഷ്മണോപദേശ ഭാഗമാണ് നമുക്കിന്നിനി വായിക്കേണ്ടത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാന്യുതനായി ചൊന്നാൻ. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം. ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാരരുൾ ചെയ്തിടണം. ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദമരുൾ ചെയ്തിതു വഴി പോലെ. കേട്ടാലുമെങ്കിലും അതിഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവിനമ്പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ. ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധമയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ. മായയാകുന്നതു നിർണയമതിനാലെ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം, മായയ്ക്കെന്നറിക നീ സൗമിത്രേ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിക അതിസ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും. ലിംഗാദി ബ്രഹ്മാന്തമാമ വിദ്യാരൂപമതും സംഘാദിദോഷങ്ങളെ സംഭവിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേ ആനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും. മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ, മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. രജ്ജുഗണ്ഡത്തിങ്കലെ പന്നകബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിലേതുമൊന്നില്ലയല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമല്ലോ. സ്വപ്നസന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട. ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം, തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂത സഞ്ചയമയം.
ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തം മൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹമൊന്നുണ്ടല്ലോ നാമം. എന്നിവറ്റിങ്കൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ. ജീവാത്മാ സ്വരൂപത്തെ എറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ. ജീവാത്മാവെന്നും പരമാത്മാവെന്നതുമോർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങൾ എന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല, രണ്ടുമൊന്നത്രേ നൂനം ഭേദമുണ്ടെന്നു പറയുന്നത് അജ്ഞന്മാരല്ലോ. മാനവും ഡംഭം ഹിംസ വക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധിയാ മന്യോഭാവവും അകലെ കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദ സ്വരൂപനായി മാനസവചന ദേഹങ്ങളെ അടക്കിത്തൻ മാനസേ വിഷയസൗഖ്യങ്ങളെ ചിന്തിയാതെ ജനനജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകലുമുറച്ചു മനസ്സോടും സർവദാ രാമരാമേത്യമിത ജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്തു ശക്തിയുമൊന്നിങ്കലും കൂടാതെ ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കേണം. പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടും ഏകാന്തേ പരമാത്മജ്ഞാന തൽപരനായി വേദാന്തവാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തും വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിലുറച്ചു ചമഞ്ഞിടും മനസ്സേ വികൽപ്പങ്ങളേതുമുണ്ടാകോല്ല. ആത്മാവാകുന്നതെന്തോന്നുണ്ടു കേളതുമെങ്കിൽ ആത്മാവല്ലല്ലോ ദേഹപ്രാണബുദ്ധ്യഹങ്കാരം. മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നും മേലെ മാനമില്ലാതെ പരമാത്മാവു താനേ വേറെ നിൽപ്പിതു ചിദാത്മാവ് ശുദ്ധമവ്യക്തം ബുദ്ധം തൽപദാത്മാ ജ്ഞാനിക ത്വൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴിപോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ ജ്ഞാനമുണ്ടാകുന്നതു വിജ്ഞാനം കൊണ്ടു തന്നെ. ഞാനിതെന്നറിവിനു സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാവു ചിദാനന്ദൻ. സർവസ്വതാന്തർഗതന പരിച്ഛേദ്യനല്ലോ ഏകനദ്വയൻ പരനവ്യയൻ ജഗന്മയൻ യോഗേശൻ അഖിലാധാരൻ നിരാധാരൻ നിത്യ സത്യജ്ഞാനാദിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധ്യുപാധികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടുപഗമ്യൻ യോഗിനാമേകാത്മനാ ജ്ഞാനമാചാര്യ ശാസ്ത്രൗഘ പാദേശ്ചൈകജ്ഞാനം ആത്മനോരേവം ജീവപരയോർമൂലവിദ്യ. ആത്മനി കാര്യകാരണങ്ങളും കൂടിച്ചേർന്നു ലയിച്ചിടുമ്പോഴുള്ളൊരവസ്ഥയല്ലോ മുക്തി. ലയത്തോടാശു വേറിട്ടിരിപ്പിതാത്മാവെന്നേ ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാം ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപമിതുള്ള വണ്ണമേ പറവാനുമിതറിവാനുമുള്ളം. നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ മൽഭക്തിയില്ലാത്തവർക്കെത്രയും ദുർലഭം കേൾ. മൽഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും താനും. നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ടു പണി. രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴി അറിഞ്ഞിടാതെ വണ്ണമേ. ശ്രീരാമഭക്തിയുണ്ടെന്നാകിലോ കാണായി വരും ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവു നൂനം. ഭക്തിക്കു കാരണം എന്തോന്നു കേട്ടാലും നീ മൽഭക്തന്മാരോടുള്ള നിത്യസംഗമമതും
മൽഭക്തന്മാരെ കനിവോടു സേവിക്കുന്നതും ഏകാദശ്യാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയെ സാധിച്ചുകൊള്ളുകയുമതാ. പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനമഗ്നിവിപ്രാണാം കൊടുക്കയുമതാ. മൽകഥാപാഠശ്രവണങ്ങൾ ചെയ്യുകയും മുതാ മൽഗുണനാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർത്തിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ. ഭക്തിയുക്തനു വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാൽ ഉക്തമായതു നിനക്കെന്നാലേ ധരിക്ക നീ. വക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മമ ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ. ഭക്തനെന്നാകിലവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യമവനോട് വിശ്വാസം വരികയാൽ ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തനാം മർത്യനിതു നിത്യമായി പാഠം ചെയ്കില ജ്ഞാനമകന്നുപോം. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം ഹസ്തസംസ്ഥിതമല്ലോ മുക്തി എന്നറിഞ്ഞാലും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനരിത്തിരി നേരമിരുന്നീടിരോനന്തരം ഗൗതമീ തീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലേ മനോഹരേ സഞ്ചരിച്ചിടുന്നൊരു യാമിനീചരീ ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൾ. കാമിനി വിമോഹിനി പങ്കജധ്വജ കുലിശാങ്കുദാശു അംഗങ്ങളായി ഭംഗി തേടിയിടും പദപാദങ്ങളതു നേരം പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലേ കൗതുകമുൾക്കൊണ്ടു രാമമാശ്രമമകമ്പുക്കാൾ. ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാദം ഭാനുഗോത്രജം ഭവഭയനാശനം പരം. മാനവവീരം മനോമോഹനം മായാമയം മാനസഭാവസമം മാധവം മധുഹരം. ജാനകിയോടും കൂടെ വാണിയിടുന്നതു കണ്ടു മീനകേതന ബാണപീഡിതയായാളേറ്റം സുന്ദരവേഷത്തോടും മന്ദഹാസവും പൊഴിൻ ഇന്ദിരാവരനോടു മന്ദമായ ചൊരിതാൻ. ആരെടോ ഭവാൻ ചൊല്ലിയിടാരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്കു വരുവാൻ മൂലമെന്നും. എന്തൊരു മൂലം ജഡാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിതു താപസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം. നിന്നോട് നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാനാഖ്യയാ ശൂർപ്പണക കാമസ്വരൂപിണിയല്ലോ. ഖരദൂഷണ ത്രിശിരാക്കളാം ഭ്രാതാക്കന്മാർക്കരികെ ജനസ്ഥാനേ ഞാനിരിപ്പിതു സദാ. നിന്നെ ഞാനാരെന്നതും അറിഞ്ഞില്ലതും പുനരെന്നോടു പരമാർത്ഥം ചൊല്ലണം ദയാനിധേ. സുന്ദരി കേട്ടുകൊള്ളുക ജ്ഞാനയോധ്യാപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം. എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജ സീതാ ധന്യേ മൽഭ്രാതാവായ ലക്ഷ്മണനിവനെടോ. എന്നാൽ എന്തൊരു കാര്യം നിനക്കൂ മനോഹരേ നിന്നുടെ മനോഗതം ചൊല്ലിയിടുമടിയാതെ എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി. എന്നോടു കൂടെ പോന്നു രമിച്ചു കൊള്ളണം നീ. നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ. എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ലക്ഷ്മണോപദേശ ഭാഗം കഴിഞ്ഞ് ശൂർപ്പണഖയുടെ ആഗമന വൃത്താന്ത ഭാഗമാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ ലക്ഷ്മണോപദേശത്തിൽ ഈ ജീവിതത്തിൽ നമുക്ക് അറിവ് സമ്പാദിക്കണം. ആ അറിവ് സമ്പാദിക്കണമെങ്കിൽ സദാകാലം ഈശ്വര അനുഷ്ഠാനത്തോടു കൂടിയും ഈശ്വര ചിന്തയോടുകൂടിയും നമ്മൾ മുൻപോട്ടേക്ക് പോകണം. കാരണം സ്വപ്നസന്നിഭമായിരിക്കുന്ന ജന്മസംസാര വൃക്ഷമൂലമായത് ദേഹം. ഈ ദേഹം എന്ന് പറയുന്നത്
ഈ ജന്മസംസാരമാകുന്ന വലിയൊരു വൃക്ഷമാണ്. ആ വൃക്ഷത്തിൻ്റെ ദേഹത്തിലകത്തിരിക്കുന്ന പഞ്ചഭൂത സഞ്ചയമായിരിക്കുന്ന ദേഹസംബന്ധം എന്ന് പറയുന്നത് മായാസംബന്ധമായിരിക്കുന്നതാണ് ഈ ശരീരമെന്നും അതിൽ ഇന്ദ്രിയവും അതുപോലെ തന്നെ അഹങ്കാരവും ബുദ്ധിയും മനസ്സും ഒക്കെ അതിനകത്തുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ചേർത്ത ഒരു ക്ഷേത്രമാണത്രേ ഓരോരാളുടെയും ദേഹം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ദേഹത്തിൽ ക്ഷേത്രതുല്യമാണ്. ആ ക്ഷേത്രത്തിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ മനസ്സുണ്ട്, അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളുണ്ട്, ബുദ്ധിയുണ്ട്, ഇതെല്ലാമുണ്ട്. പക്ഷേ ഇതിനെല്ലാറ്റിനും മുകളിലാണ് ജീവനുള്ളത്. ആ ജീവാത്മാ സ്വരൂപത്തെ അറിയുവാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ധാരാളമുണ്ട് എന്നാണ് പറയുന്നത്. അതിനെ കേവലം ജീവാത്മാവും പരമാത്മാവുമായി നമ്മുടെ മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഭാഗങ്ങളെ ജീവാത്മാവും പരമാത്മാവായിട്ടും ചിന്തിക്കേണ്ടതുണ്ട് എന്നും അതിൽ ധാരാളം കാര്യങ്ങൾ പറയുന്നതിൽ മാനം, ഡംബ്, ഹിംസ, വക്രത്വം, കാമം, ക്രോധം, അതുപോലെ തന്നെ ഇതെല്ലാം എന്ത് ചെയ്യണം? മനസ്സിൽ നിന്ന് ഇതിനെയൊക്കെ ഇല്ലാതെ ഉണ്ടാക്കണം. ഈ മനസ്സിനെ ഇതിൽ നിന്നൊക്കെ മാറ്റണമെങ്കിൽ എന്താ വേണ്ടത്? ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോട് സന്തുഷ്ടനായി എന്ത് ചെയ്യണം? ഈശ്വരനെ സദാകാലം ജപിക്കണം. ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരും ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവ് നൂനം. നമ്മുടെ ആത്മാവ് പ്രകാശിക്കണമെങ്കിൽ ശ്രീരാമനോടുള്ള ഭക്തി കൂടണം എന്നാണ് പറയും. അപ്പോൾ ശ്രീരാമ ഭക്തി വരുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ ജീവാത്മാവ് ഉണർന്ന് പ്രവർത്തിക്കും. പിന്നെ എന്ത് വേണമെന്നാണ് പറയുന്നത്? ഏകാദശ്യാദി വ്രതങ്ങളൊക്കെ ജീവിതത്തിൽ അനുഷ്ഠിക്കണം. ഇങ്ങനെ ഏകാദശ്യാദി വ്രതങ്ങൾ അനുഷ്ഠിച്ച് പൂജ ചെയ്ത്, വന്ദനം ചെയ്ത്, ഭാവനം ചെയ്ത്, ദാസ്യം ചെയ്ത്, ഭോജനം, അഗ്നിവിപ്രാണം, ബ്രാഹ്മണന്മാർക്കും സജ്ജനങ്ങൾക്കും അന്നം കൊടുത്ത്, ഭഗവത് കഥകൾ പാഠശ്രവണം ചെയ്ത്, ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ച് സദാകാലം കീർത്തനങ്ങൾ ചെയ്ത് ഒക്കെ എന്ത് ചെയ്തേക്കണം? ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭക്തി വർദ്ധിക്കുന്നവർ. അപ്പോൾ ഭക്തി വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നീട് മുക്തിക്ക് യാതൊരു പ്രയാസമില്ല. അപ്പോൾ എവിടെയാണ് നമ്മുടെയൊക്കെ ജീവൻ മുക്തി എന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. പക്ഷെ ആ കയ്യിലുള്ള കാര്യത്തെ നമ്മൾ കാണാതെ പുറം ലോകത്തേക്ക് നോക്കിക്കൊണ്ടാണ് എല്ലാവരും സഞ്ചരിക്കുന്നത് എന്ന് ലക്ഷ്മണോപദേശത്തിലൂടെ പറഞ്ഞതിന് ശേഷം ശൂർപ്പണഖ വൃത്താന്തമാണ്. ശൂർപ്പണഖ എന്ന് പറയുന്നത് ഗൗതമിയുടെ തീരത്ത് മഹാകാനനത്തിൽ പഞ്ചവടിയുടെ തീരത്ത് ജനസ്ഥാനം എന്ന് പറയുന്ന സ്ഥലത്താണ് ശൂർപ്പണഖയുള്ളത്. അങ്ങനെ ശൂർപ്പണഖ ശ്രീരാമനെ കാണാനിട വരുന്നു. അങ്ങനെ ശ്രീരാമനോട് ചോദിക്കുകയാണ്, എന്തൊരു മൂലം ജഡാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിതു താപസവേഷവും. ശ്രീരാമനോട് ചോദിക്കുകയാണ്, എന്തിനാ ഇങ്ങനെ ഈ ജഡാവൽക്കലൊക്കെ ധരിച്ചിട്ടുള്ളത്? എന്തിനാ ഇങ്ങനെ ഒരു താപസൻ്റെ വേഷത്തിൽ ഇങ്ങനെ നടക്കുന്നത്? അതുകൊണ്ട് ഞാൻ ആരാന്ന് ആദ്യം പറയാം. ഞാൻ രാവണൻ്റെ സഹോദരിയായ ശൂർപ്പണഖയാണ്. ഖരദൂഷണ ശ്രീശിരാക്കൾ എന്ന് പറഞ്ഞത് എൻ്റെ സഹോദരന്മാരാണ്. അതുകൊണ്ട് ഇനി അപ്പോൾ ശ്രീരാമൻ ചോദിക്കുന്നുണ്ട്, എന്നെക്കുറിച്ച് എന്താ നിനക്കറിയേണ്ടത്? ശ്രീരാമൻ പറയാണ്, ഞാൻ ദാശരഥിയുടെ രാമൻ, നന്ദനായ രാമനാണ് ഞാൻ. എൻ്റെ സമീപത്തുള്ളത് എൻ്റെ ഭാര്യയായ സീതാദേവിയാണ്. മറ്റൊരു സഹോദരനാണ് എൻ്റെ കൂടെയുള്ളത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ശൂർപ്പണഖ പറയാണ്, എന്നോട് കൂടെ പോന്ന് രമിച്ചു കൊള്ളണം. നിന്നെ കണ്ടതിന് ശേഷം നിന്നെ പിരിഞ്ഞു പോവാൻ എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? എന്നെ പ്രാപിക്കണം. എന്നോട് കൂടി നീ എന്ത് ചെയ്യണം? ഈ കാട്ടിലൊക്കെ സഞ്ചരിച്ച് കൂടെ നടക്കണമെന്ന് പറയാണ്. അപ്പോൾ പറയാണ്, ഞാനിഹ തപോധനവേഷവും ധരിച്ചോരോരോ കാനനം തോറും നടന്നിടും. ഞാനിങ്ങനെ വേഷങ്ങളൊക്കെ ധരിച്ച് കാനനങ്ങൾ തോറും നടക്കും. എൻ്റെ കൂടെ ജാനകിയായ ഭാര്യ എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് സാപത്ന്യോത്ഭവം, ഒരിക്കലും സ്വന്തം ഭാര്യയെ ദുഃഖിപ്പിച്ചുകൊണ്ട് ഒരിക്കലും പ്രവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിൻ്റെ കൂടെ വരില്ല. പകരം വേണമെങ്കിൽ എൻ്റെ സഹോദരനെ നീ ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നത്. ലക്ഷ്മണൻ പറഞ്ഞു, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ജ്യേഷ്ഠനെ സേവിക്കാൻ വേണ്ടി നിൽക്കുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ മായാരൂപം വേർപെട്ട അഞ്ജനാശൈലോപാലം, അങ്ങനെ അനവധി തവണ ശ്രീരാമൻ്റെ അടുത്തും ലക്ഷ്മണൻ്റെ അടുത്തും മാറി മാറിപ്പോയ ശൂർപ്പണഖയുടെ മായാരൂപം മാറി യഥാർത്ഥത്തിലുള്ള രൂപം കാണാൻ വേണ്ടി ഇടവന്നു. എല്ലാവരിലും അങ്ങനെയാണ്. എല്ലാവരിലും വിഭിന്നമായ ഭാവങ്ങളും രൂപങ്ങളുമുണ്ട്. അങ്ങനെ അഞ്ജനാശൈലം പോയിലുള്ള ശൂർപ്പണഖയുടെ ശരീരം വലുതായതിനു ശേഷം ശ്രീരാമൻ
കാതും അതുപോലെ തന്നെ വാളുറയൂരി മുലയും മൂക്കുമെല്ലാം ഛേദിച്ചാണ്. അങ്ങനെ മൂക്കും അതുപോലെ തന്നെ സ്തനവും ഛേദിക്കുകയാണ് ചെയ്യുന്നത്. ആ ഛേദത്തിൻ്റെ വേദനയോടുകൂടി ശൂർപ്പണഖ സഹോദരന്മാരുടെ സമീപത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഖരനുമായിട്ട് യുദ്ധം ചെയ്യുന്നു. അങ്ങനെ ഖരവധം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടുന്ന് ശൂർപ്പണഖയുടെ വിലാപ ഭാഗമാണ്. ആ ശൂർപ്പണഖയുടെ വിലാപത്തിന് ശേഷം രാവണ മാരീച സംവാദമാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ വിദ്വേഷ ബുദ്ധിയാരാമൻ തന്നെ പ്രാപിക്കയേയുള്ളൂ, ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കില്ല അഖിലേശ്വരൻ. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞതു, ചിത്രഭാനുവും ഉദയാർദ്രമൂർധനി വന്നു. തേരതിലേറിയിടിനാൻ ദേവസഞ്ജയ വൈരി, പാരാതെ പാരാവാര പരമാം തീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം. ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടും മരുവീടിന മാരീചനും. ലൗകികാത്മനാഗ്രഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടു മുക്താനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി ബാനിച്ചു ദശകണ്ഠൻ. യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും, എന്തൊരാഗമനമിതേകനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ. ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായ എന്നിയെ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും. മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാനാൽ, ആരുമില്ലെനിക്കു നിന്നെ പോലെ മുട്ടും നേരം. സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിരുവരിതു കാലം. കോമളഗാത്രിയായോരംഗനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിതവർ. ബലാലെന്നുടെ ഭഗിനിതൻ നാസികാകുജങ്ങളും കർണവും ഛേദിച്ചിതു കേട്ടുടൻ കരാദികൾ ചെന്നിതു 14,000 അവരെയും നിന്നു താനേകനായിട്ടെതിർത്തോരണത്തിങ്കൽ കൊന്നിതു 3.25 നാഴിക കൊണ്ടു രാമൻ. തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവനതിന്നു നീ ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്നടവിയിൽ കാമിനിയായി സീത തന്നെ മോഹിപ്പിക്കേണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ, വാമഗാത്രിയെയപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ. നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും. പങ്ക്തികന്ധരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണമുര ചെയ്താൻ. ആരുപദേശിച്ചിതു മൂലനാശനമായ കാര്യം, നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ. നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ, നല്ലതല്ലേതും നിനക്കീ തൊഴിലറിക നീ. രാമചന്ദ്രനുള്ള ഭീതി കൊണ്ട കതാരിൽ മാമകേ രാജരത്നരമണീരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ള ഞാനോ നിത്യം. രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയും, ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ. ഞാനതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്ക നീയും. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗല്യസ്ഥ പ്രഭോ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനരുൾ ചെയ്തിതു വാത്സല്യത്താൽ. എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുകെന്നതു കേട്ടു ചിന്തിച്ചു വിധാതാവുമർത്തിച്ചു ദയാനിധേ. നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. അങ്ങനെ തന്നെയെന്നു സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം. മാനുഷനല്ല രാമൻ
സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്തിയാ. പോയാലും പുരം പുക്കു സുഖിച്ചു വസിക്ക നീ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. അങ്ങനെ ഖരവധത്തിന് ശേഷം രാവണൻ മാരീചനെ കാണാൻ പോകുന്നു. അങ്ങനെ മാരീചനെ കാണാൻ പോകുന്നതിന് മുൻപ് തന്നെ മാരീചന് സ്വപ്നദർശനമുണ്ടായി എന്നാണ് പറയുന്നത്. എന്നെ നാളെ കാണാൻ വേണ്ടി വരും രാവണൻ എന്നൊക്കെ മാരീചൻ സ്വപ്നം കാണുന്നൊക്കെ ഉണ്ടെന്നാണ്. അങ്ങനെ മാരീചൻ രാവണൻ കാണാൻ ഒറ്റക്കാണ് പോകുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ ചോദിക്കുകയാണ്, എന്തൊരാഗമനമതി ഏകനായി തന്നെ ഒരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു. എൻ്റെ ഒറ്റയ്ക്ക് എന്നെ കാണാൻ വേണ്ടി വരാൻ കാരണമെന്ന് മാരീചൻ രാവണനോട് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, എനിക്കൊരു ഉപായം, ഒരാവശ്യം വരുമ്പോൾ നിന്നെ പോലെ ആളെ എൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ. നമ്മളൊക്കെ അങ്ങനെയാണല്ലേ, നമ്മളൊരാവശ്യം വരുമ്പോഴാണ് നമ്മൾ ആളുകളോട് പറയുക, നിന്നെപ്പോലെ ഒരാളെ എനിക്ക് ഇപ്പോഴേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയും. അതേ വാക്കുകളാണ് ഇവിടെ എഴുത്തച്ഛൻ നമുക്ക് മലയാളത്തിൽ വളരെ ഭംഗിയായി പറഞ്ഞു തരുന്നത്. അങ്ങനെ രാവണൻ മാരീചനോട് പറയുന്നുണ്ട്, സീതാദേവിയെ എനിക്ക് ആഗ്രഹമാണ്, അതുകൊണ്ട് ആ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നീ മാൻവേഷം ധരിച്ചു പോകണമെന്ന് പറയുന്ന സമയത്ത് മാരീചൻ പറയുന്നുണ്ട്, ഇത് നിനക്ക് ആര് പറഞ്ഞു തന്നു ഈ ഉപായം? യഥാർത്ഥത്തിൽ നിന്റെ നാശം ആഗ്രഹിക്കുന്ന ആളാണ് നിനക്കിത് പറഞ്ഞു തന്നത്. അതുകൊണ്ട് അത്തരം ചിന്തകളൊന്നും പാടില്ലെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മാരീചൻ പല ഘട്ടങ്ങളിലായിട്ട്. അങ്ങനെ ഇതൊന്നും പറഞ്ഞാൽ രാവണനൊട്ട് കേൾക്കാനും തയ്യാറല്ല. ആ ഭാഗത്താണ് നമ്മളിന്ന് വായിച്ചു നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ സുഹൃത്തുക്കൾ വേണം. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം സ്വന്തം ഹൃദയം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരാളാവണം സുഹൃത്ത് എന്നാണ്. അപ്പം നമ്മുടെ പോരായ്മകൾ പറഞ്ഞു തരുന്ന ഒരാളാവണം നമ്മുടെ സുഹൃത്ത്. നമ്മൾ എന്ത് മോശം ചെയ്യുമ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നതല്ല നമ്മുടെ സുഹൃത്ത്. നമ്മുടെ ഗുണവും ദോഷവും നമ്മുടെ പോരായ്മകളും ഒക്കെ പറഞ്ഞു തരുന്ന നല്ല നല്ല സുഹൃത്തുക്കളെ ജീവിതത്തിൽ നമ്മൾ നേടിയില്ലെങ്കിൽ രാവണ മാരീച സംവാദത്തിൻ്റെ ഭാഗത്ത് വായിച്ചതുപോലെയാകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ രാമായണ പാരായണം ഇവിടെ നമുക്ക് സമർപ്പിക്കാം. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേധ ക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ.